INL കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സിറാജ് തയ്യിൽ പാർട്ടി വിട്ടു. AP അബ്ദുൽ വഹാബ് നേതൃത്വം നൽകുന്ന നാഷണൽ ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് സിറാജ് തയ്യിൽ. INL-ൽ കൂട്ടുത്തരവാദിത്വവും ഉൾപാർട്ടി ജനാധിപത്യവും നഷ്ടപ്പെട്ടുവെന്നും ജില്ലാ പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി കാസിം ഇരിക്കൂറിന്റെ നേതൃത്വത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും സിറാജ് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ INL-ന്റെ ജില്ലയിലുള്ള വിഷയത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി അത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ നേതൃത്വം കാസിം ഇരിക്കൂർ അവர்களுം ഹംസാജി സാഹിബും ഒരു പ്രസിഡന്റ് നിലയിൽ എനിക്കുള്ള അധികാരത്തെ മറികടന്നുകൊണ്ട് എന്നെ നോക്കുകുത്തിയാക്കിയാണ് അവർ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പല ചർച്ചകളിലും പങ്കെടുത്തിരുന്നു. ഇപ്പം 3-4 ദിവസം മുന്നേ കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ചർച്ചയ്ക്ക് പോയിരുന്നു. എൻ്റെ കൂടെ വേറെ പാർട്ടിൻ്റെ സഹഭാരവാഹികളും ഉണ്ടായിരുന്നു. CPM-മായി സഹകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആവശ്യപ്പെട്ട സീറ്റ് പ്രസിഡന്റ് നിലയിൽ ഞാൻ എഴുതി കൊടുത്തു. അത് 4 സീറ്റിനാണ് കണ്ണൂർ കോർപ്പറേഷൻ ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ കഴിഞ്ഞ 5 വർഷം മുന്നേ ഉള്ള ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് പോകാൻ എന്ന് പറഞ്ഞു. അങ്ങനെ 4-ന്ന് 3 നമ്മൾ കഴിഞ്ഞ തവണ 3 മത്സരിച്ചത്, 3 തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ആവശ്യപ്പെട്ട ഒരു സീറ്റ് ആയിക്കര, കണ്ണൂർ, അറക്കൽ 3. അപ്പം അവർ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഞാൻ ആവശ്യപ്പെട്ട എൻ്റെ പ്രദേശമായ വെത്തലപ്പള്ളി, ഞാൻ ആ പ്രദേശത്തുകാരനാണ്. അപ്പോൾ ഒരു ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ ആ വെത്തലപ്പള്ളി ആവശ്യപ്പെട്ടതിൻ്റെ അനുസരിച്ച് അവർ അത് ആവശ്യമില്ല, വെത്തലപ്പള്ളി നമുക്ക് ആവശ്യമില്ല, കഴിഞ്ഞ തവണ മത്സരിച്ച ആ വാർഡ് ഡിവിഷൻ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 3 ദിവസം മുന്നേ പാർലമെൻറ്റ് ബോർഡ് നമുക്കുണ്ട്, പ്രസിഡന്റ് സെക്രട്ടറിയും സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടിയിട്ടുള്ള ഒരു ടീമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ സംസ്ഥാന ട്രഷറർ പറയുന്നത് വെത്തലപ്പള്ളി നമുക്ക് ആവശ്യമില്ല, നമുക്ക് കഴിഞ്ഞ തവണ കിട്ടിയ 3 സീറ്റ് മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വല്ലാതൊരു ഷോക്കായി. ഒരു പ്രസിഡന്റ് നിലയിൽ ഒരു ഉത്തരവാദപ്പെട്ട നേതൃത്വം എങ്ങനെ ചെയ്യാം, സംസാരിച്ച് നമുക്ക് പരിഗണിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോകാനും നമ്മളും ഇതുവരെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മളെല്ലാം വളർന്നത്. പക്ഷേ ചില കോക്കസിൻ്റെ ഭാഗമായി നേതൃത്വം അത് വേണ്ട എന്ന് പറയുകയും എന്നെ അവഗണിക്കുകയും ചെയ്തു. AP അബ്ദുൽ വഹാബ് നേതൃത്വം നൽകുന്ന നാഷണൽ ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് സിറാജ് തയ്യിൽ പറഞ്ഞു. INL-ൽ കൂട്ടുത്തരവാദിത്വവും ഉൾപാർട്ടി ജനാധിപത്യവും നഷ്ടപ്പെട്ടു. ജില്ലാ പ്രസിഡന്റായിരുന്ന തന്നെ നോക്കുകുത്തിയാക്കി കാസിം ഇരിക്കൂറിന്റെ നേതൃത്വത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയാണ് ചെയ്തത്. പുതിയ ആളുകളെ ഉയർത്തിക്കാട്ടി പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുകയാണ് കാസിം ഇരിക്കൂർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷനിൽ INL-ൽ മത്സരിക്കാൻ 3 സീറ്റുകൾ നൽകാൻ CPM സന്നദ്ധമായിരുന്നു. അതിലൊന്നായ വെത്തിലപ്പള്ളി സീറ്റിൽ താൻ മത്സരിക്കണമെന്ന പ്രവർത്തകരുടെ ആവശ്യം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അറിയിച്ചപ്പോൾ അത് നിഷേധിക്കുകയാണ് ചെയ്തതെന്നും പാർട്ടിയിൽ തൊഴിലാളി മുതലാളി ബന്ധമാണുള്ളതെന്നും ഇതോടെ വ്യക്തമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDF-ന്റെ ഭാഗമായി തന്നെ നാഷണൽ ലീഗ് പ്രവർത്തിക്കുമെന്നും മുന്നണിയിൽ സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും കണ്ണൂർ കോർപ്പറേഷൻ വെത്തിലപ്പള്ളി ഡിവിഷനിൽ നാഷണൽ ലീഗിന്റെ സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുമെന്നും സിറാജ് തയ്യിൽ പറഞ്ഞു. തുടർന്ന് ജില്ലാ പ്രസിഡന്റ് ഹാഷിം അരിയിൽ കണ്ണൂർ ഹോട്ടൽ സഫീർ ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടെ സിറാജ് തയ്യിലിനെ പച്ച ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KT സമീർ, ട്രഷറർ യൂസഫ് പാനൂർ, സംസ്ഥാന കൌൺസിലർ നാസർ കൂരാര എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.